നമസ്കാരം സുഹൃത്തുക്കളെ, ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കാണുന്നത് സമസ്ത എന്ന മതസംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണ്. അദ്ദേഹത്തിൻ്റെ കൈയും കാലിനും ഒരു കുഴപ്പമില്ല. അദ്ദേഹം എഴുന്നേൽക്കുന്നു, നടക്കുന്നു. കേരള പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ അവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു. ഇപ്പുറത്ത് മാറി പത്രക്കാരുടെ ഒരു പട തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, സ്റ്റേജെല്ലാം സെറ്റായിരിക്കുന്നു. അദ്ദേഹം അവിടെ പോയി സോഫയിലിരിക്കുന്നു. അതാ നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് നടന്നു വരുന്നത്, രമേശ് ചെന്നിത്തല. പക്ഷേ രമേശ് ചെന്നിത്തല ആ അകത്തേക്ക് നടന്നു വന്നിട്ട് പോലും അദ്ദേഹം ഒന്ന് എഴുന്നേൽക്കാൻ പോലും തയ്യാറാകുന്നില്ല. അത്ര സമയവും നിൽക്കുകയും നടക്കുകയൊക്കെ ചെയ്ത് കാലിന് യാതൊരു കുഴപ്പമില്ലാത്ത വ്യക്തിയാണ്. മാത്രമല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പൊതുവേദിയിൽ അവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഈ പെൺകുട്ടികളെ ആരാ ഇങ്ങോട്ടൊക്കെ വിളിച്ചത് എന്നൊക്കെ ചോദിച്ച് അന്ന് കുറച്ച് അഭ്യാസമൊക്കെ കാണിച്ച വ്യക്തിയാണ്. അപ്പോൾ ശരിക്കും തികച്ചും ഒരു സ്ത്രീ വിരുദ്ധനായിട്ടുള്ള വ്യക്തി എന്ന് തന്നെ പറയാം. അതിൻ്റെ കൂടെ സമുദായ നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ കേരള പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്നുകൾക്കെതിരെയുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നടൻ മോഹൻലാലിന് ഓപ്പറേഷൻ തൂഫാൻ വാരിയർ ബാഡ്ജൊക്കെ കൊടുത്തതിന് ശേഷം അടുത്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടി ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അടുക്കെ പോവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി എവിടെയാണോ ഉള്ളത് അവിടെ പോവുകയാണ് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. കാരണം ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന സംഗതി തന്നെ ഈ സമുദായത്തിലുള്ള ഒരുപാട് ചെറുപ്പക്കാരെ തിരിച്ചു പിടിക്കാനുള്ള ഒരു പദ്ധതിയാണ്. കാരണം അതിൻ്റെ ക്യാരിയർമാരായിട്ട് തുടങ്ങി ഒടുവിൽ അവർ തന്നെ അത് കഴിക്കുകയും അവർ തന്നെ നാശത്തിലേക്ക് പോവുകയും കുടുംബങ്ങൾ ശിഥിലമാവുകയൊക്കെ ചെയ്തപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന ഒരു സംഗതി വേണ്ടി വന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയൊക്കെ സമുദായത്തിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആവശ്യം അവരുടെയാണ്. എന്നിട്ടും ആഭ്യന്തരമന്ത്രി അങ്ങോട്ട് ചെല്ലുന്നു, അദ്ദേഹത്തെ കാണുന്നു, ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. മോഹൻലാലിന് ഈ ബാഡ്ജ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു, അടുത്തത് അദ്ദേഹത്തിനും കൊടുക്കുന്നു. ഓക്കെ, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. മാധ്യമപ്രവർത്തകർ അതെല്ലാം കവർ ചെയ്യുന്നതൊക്കെയുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം മൂത്തതാണ്, ശരിയാണ്, സംഗതിയൊക്കെ ശരിയാണ്. രമേശ് ചെന്നിത്തല ഇളയതാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ പ്രായമല്ല അവിടെ പരിഗണിക്കേണ്ടത്, അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനമാണ്. മറ്റേ ആൾ കേവലം ഒരു സമുദായ നേതാവ് മാത്രമാണ്. അതായത് ഈ സുകുമാരൻ നായരെ പോലെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു വ്യക്തി. അതിൻ്റെ അപ്പുറം യാതൊരു പ്രിവിലേജും ആ മനുഷ്യനില്ല. ഇതേ പ്രവൃത്തി ഈ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ സുകുമാരൻ നായരോ ആയിരുന്നു കാണിച്ചിരുന്നെങ്കിൽ ഇതിനകം തന്നെ അവർ എത്രമാത്രം അവഹേളിക്കപ്പെട്ടേനെ. അതായത് ട്രോളുകൾ വഴിയും മറ്റുമൊക്കെ അവർ വാങ്ങിക്കൂട്ടുന്ന തെറിക്ക് കയ്യും കണക്കും കാണില്ല. പക്ഷേ ഇവിടെ നോക്കൂ, കൃത്യമായിട്ടും അതിനു മുമ്പ് എണീറ്റ് നടക്കുകയും കൈക്കും കാലിൽ യാതൊരു കുഴപ്പമില്ലാത്തൊരു വ്യക്തി അവിടെ പോയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി നടന്നു വന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒന്ന് എണീക്കാൻ കൂട്ടാകുന്നില്ല. ഒടുവിൽ ഈ ബാഡ്ജ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് എഴുന്നേൽക്കുമ്പം അതിൻ്റെ ഒപ്പമാണ് എണീക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹം ആ സമുദായ നേതാവായതുകൊണ്ട് ഞാനാണ് വലുത്, മറ്റേ ആൾ ഇനി ആരാണെങ്കിലും ഇങ്ങനെ തന്നെ ആവണം എന്നുള്ള ശീലിച്ചു പോയത് കൊണ്ടാവാം. നമ്മളതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ വൈസ് ചാൻസലർമാർ 3 പേര് RSSൻ്റെ തലവൻ ഇവിടെ പങ്കെടുത്തൊരു പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 4-5 ദിവസമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അത് വെച്ച് ചർച്ച ചെയ്തത്. എന്നാൽ അവർ ഇതിനെ ആ രീതിയിൽ കാണില്ല. എന്ത് പ്രിവിലേജാണ് ഈ മനുഷ്യനുള്ളത്? ഒരു സമുദായ നേതാവ് എന്നതിനപ്പുറം ആ സമുദായ നേതാവായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ പച്ചയ്ക്ക് സ്ത്രീവിരുദ്ധത കാണിക്കുകയും പറയുകയും ചെയ്ത വ്യക്തിയാണ്. അതിൻ്റെ ഒപ്പം അവരുടെ സമുദായത്തിൻ്റെ ഉന്നമനം അല്ലാതെ മൊത്തത്തിലുള്ള കേരളത്തിലെ ജനങ്ങളുടെ ഉന്നമനം ഒന്നും നോക്കാത്ത ഒരു വർഗീയ ചിന്താഗതിയുള്ള വ്യക്തി തന്നെയാണ്. അത് പറയാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരാളുടെ ശബ്ദത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുക, ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ അപമാനിക്കപ്പെടുക, തീർച്ചയായിട്ടും ബഹുമാനിക്കുന്നില്ല, ആ ഒരു പദവിയെ ബഹുമാനിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം അപമാനിക്കപ്പെടുക എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്തോ ഇവിടെ കാണുന്നവർ വിചാരിക്കേണ്ട എന്താണ്, ഇതിൽ ആരാണ് ആഭ്യന്തരമന്ത്രി? ജിഫ്രി മുത്തുക്കോയ തങ്ങളോ അതോ രമേശ് ചെന്നിത്തലയോ? അങ്ങോട്ടേക്ക് സൗദത്തിലേക്ക് ചെല്ലുന്നു. ഇതെന്തോ രമേശ് ചെന്നിത്തലയുടെ എന്തോ ആവശ്യം പോലെയാണല്ലോ. രമേശ് ചെന്നിത്തലയുടെ ആവശ്യമല്ല. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ സംഗതി തന്നെ ഇവിടുത്തെ ഈ ദീനി യുവാക്കളെ രക്ഷിക്കാനുള്ള പരിപാടിയാണ്. കാരണം ഇതിനകത്ത് പെട്ടുപോയത് കൂടുതലും ദീനി യുവാക്കളാണ്, അവരുടെ കുടുംബങ്ങളാണ്. അവരെ തിരിച്ചു പിടിക്കാനുള്ള പദ്ധതിയാണ്. അപ്പോൾ അതിൽ ഇങ്ങോട്ട് ചാടി നിൽക്കേണ്ട ആളുകളാണ് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളും സമസ്തയുമൊക്കെ. അവിടെയാണ് അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങോട്ടേക്ക് പോയിട്ട് പോലും താൻ അങ്ങോട്ട് നടന്നു വന്നിട്ട് പോലും താൻ ആഭ്യന്തരമന്ത്രിയാണ് എന്നൊരു പരിഗണന പോലും അവിടെ കൊടുക്കുന്നില്ല എന്നാണ്. അതിനു മുമ്പ് അദ്ദേഹം അവിടുത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കണ്ടാൽ അറിയാം, അവർക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുക്കുകയാണ്, അവിടെ ഇനി കഴിച്ചോ മറ്റേ കഴിച്ചോ, അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നോർമലൈസ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ എന്തോ സാധാരണപ്പെട്ട കാര്യം പോലെയാണ്. ഇതൊക്കെ എന്ത് തന്നെ സംഭവിച്ചാലും ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കും ഇവിടുത്തെ ജനങ്ങൾക്കും ഇതൊക്കെ സാധാരണ കാര്യമാണ്. എന്നാലും VC-മാർ RSS തലവൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര വർഗീയതയാണ്. അതിന് 4 ദിവസം ഇവിടിട്ട് ചർച്ച ചെയ്യും. എന്തൊരു ഇരട്ടത്താപ്പാണ്! എത്ര കാലം നിങ്ങൾ ഈ ഇരട്ടത്താപ്പം കൊണ്ട് പോകും പ്രബുദ്ധ മലയാളീസേ?